അശ്വതി, മുരളി എത്തി. ആ, എന്തായി മുരളി? വീടിന്റെ കാര്യത്തിൽ പിന്നെ ആരെങ്കിലും വിളിച്ചോ? വിളിക്കും പറിച്ചിനും ഒന്നും ഒരു കുറവുമില്ല. പക്ഷെ ഒന്നും അങ്ങോട്ട് വിലയൊത്തു വരുന്നില്ല. ആ, നമുക്ക് ധൃതിയൊന്നുമില്ല. ന്യായമായ ഒരു വില ഒത്തുവരുമ്പം കൊടുത്താ മതി. വിൽക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചു വെച്ച വീടല്ല. അതുകൊണ്ടാവും കിട്ടുന്ന വിലയ്ക്ക് കൈവിട്ട് കളയാൻ ഒരു മടി. ഇതിലും നല്ല വീടൊക്കെ വേണോന്ന് വെച്ചാ ഇനിയും നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ മുരളി. ഈശ്വരൻ സഹായിച്ച് നിനക്കതിനുള്ള കഴിവും ആരോഗ്യമൊക്കെ ഉണ്ട് താനും. പക്ഷെ അതുപോലല്ല പ്രായം തികഞ്ഞ് നിൽക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ കാര്യം. അതിനൊരു ചീത്തപ്പേര് വീണ് കിട്ടിയാ പിന്നെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നശൂലം പിടിച്ച പെണ്ണ് നമ്മുടെ അയൽപക്കത്തുള്ളിടത്തോളം കാലം നമ്മൾ അവളെ പേടിച്ചേ പറ്റൂ. തരം കിട്ടിയ അവള് നമ്മുടെ കൊച്ചിന്റെ മനസ്സ് മാറ്റിക്കളയും. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവാന്ന് അറിഞ്ഞപ്പോ മുതലേ മാളു ആകെ സങ്കടത്തിലാ. വീട് വിൽക്കുന്ന കാര്യം അച്ഛനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും മാറ്റി വെപ്പിക്കാൻ പറ്റുമോന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുക. പാവം. മുരളി പറഞ്ഞതുപോലെ വിൽക്കണമെന്ന് ആരും ആഗ്രഹിച്ചൊന്നും അല്ലല്ലോ. എല്ലാം കയ്യിലിരിപ്പിന്റെ കുണം കൊണ്ട് സംഭവിച്ചല്ലേ. മര്യാദയ്ക്ക് ആ ചെറുക്കനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം വേണ്ടി വരില്ലായിരുന്നല്ലോ. പകൽ മുഴുവൻ മാളു കോളേജിലായത് തന്നെ ഒരു ആശ്വാസം. വീട്ടിലെത്തിയ പിന്നെ നമ്മളുണ്ടല്ലോ. അതിന് ഇന്നു മുതൽ അപ്പും കോളേജിൽ പോയി തുടങ്ങിയല്ലോ. ആണോ? നിന്നോട് ആര് പറഞ്ഞു? മാളുവാ പറഞ്ഞത്. സസ്പെൻഷൻ പിൻവലിച്ച കാര്യം നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നു മുതൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞത്. എന്നിട്ട് നീ ഇതൊക്കെ ഇപ്പോഴാണോ അശ്വതി എന്നോട് പറയുന്നേ? നിനക്കെന്താ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തെ? ഊണ് പോലും കഴിക്കാതെ എങ്ങോട്ടാ മുരളിയേട്ടാ? ഞാനിപ്പോ വരാം. ഈശ്വരാ, ഇനി കോളേജിൽ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണോ ആവോ? ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാക്കട്ടെ. അങ്ങനെ ഇടയ്ക്ക് കോളേജിൽ ചെന്ന് അന്വേഷിക്കുന്നത് നല്ലത് തന്നെ. എങ്കിലേ രണ്ടിന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടാവും. നീ വാ, അതൊക്കെ എടുത്തു വെക്ക്. ഇന്നിനി എല്ലാവരുടെ ഊണ് കണക്കാ. എനിക്ക് ഏത് നേരത്താണാവോ അപ്പുവിന്റെ കാര്യം പറയാൻ തോന്നിയത്? കഷ്ടമായി പോയി. പറഞ്ഞത് നല്ല നേരത്ത് തന്നെ. ഹലോ അശ്വതി, ഞാൻ അപ്പുനെ കണ്ടു. ഇല്ലില്ല, റോഡിൽ വെച്ച്. അവൾ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യം, ഇങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഏതായാലും പേടിച്ച പോലൊന്നും സംഭവിച്ചില്ലല്ലോ. മാളു നേരത്തെ വരികയാണെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചേക്കണേ. ശരി. അപ്പോ നിന്നെ കോളേജിൽ ഇന്നെന്തായിരുന്നു ഇഷ്യൂ? എന്ത് ഇഷ്യൂ? അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെ നീ എന്തിനാ അവിടെ നേരത്തെ പോകുന്നത്? ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് ഇങ്ങ് പോന്നു. അപ്പോ എന്നെ പ്രിൻസിപ്പൾ വിളിച്ചിരുന്നു. അവിടെ നടന്നതൊക്കെ വിസ്തരിച്ച് പറയുകയും ചെയ്തു. അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാ, അപ്പോ നിനക്ക് ഭ്രാന്താണോ? എന്തിനാ നീ ഇതൊക്കെ മറ്റുള്ളവരോട് വിളിച്ചു പോവാൻ പോയത്? അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ കോളേജിലുണ്ടായത്?
അതിന് ഞാനാ അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് അമ്മയുടെ പ്രിൻസിപ്പൾ പറഞ്ഞോ? എന്താ ഇനി അതറിഞ്ഞിട്ട് വേണോ അവരുടെ തലതല്ലി പൊളിക്കാൻ? ഞാനായിട്ട് അവിടെ ഒരു പ്രശ്നത്തിനും പോയില്ല. എന്റെ ഒപ്പം ഇരിക്കാനും പഠിക്കാനും മറ്റുള്ളവർ തയ്യാറാവാത്തതിന് ഞാൻ എന്ത് പഴിച്ചു? പിന്നെ അമ്മ കരുതും പോലെ ഞാനായിട്ടൊന്നും ആരോടും വിളിച്ചു കൂവി നടന്നിട്ടില്ല. എല്ലാവരെയും അറിയിച്ചത് മാന്യനെന്ന് നിങ്ങളൊക്കെ കൂടി വാഴ്ത്തിപ്പാടി നടന്ന അരുൺ ഭാസ്കറും അവന്റെ ഗ്യാങ്ങോ. സംശയം ഉണ്ടെങ്കിൽ മാളുവിനോട് വിളിച്ചു ചോദിച്ചു നോക്ക്. ശരി, അവരങ്ങനെ ചെയ്തു തന്നെ ഇരിക്കട്ടെ. നീ എന്തിനാ അവരോട് അതൊക്കെ സമ്മതിച്ചു കൊടുക്കാൻ പോയത്? അതുകൊണ്ടല്ലേ പ്രശ്നങ്ങൾ അത്രയും വഷളായത്? പ്രിൻസിപ്പൾ എന്നെ വിളിച്ച് എക്സ്പ്ലനേഷൻ ചോദിച്ചു. ഞാൻ എന്റെ നിലപാട് പറഞ്ഞു. അതിലെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? നീ എന്താ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കാണോ? അപ്പോ ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്ത് ഭവിഷ്യത്താമേ? ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തതുകൊണ്ട് എന്റെ എല്ലാ ഇഷ്ടങ്ങളും അവകാശങ്ങളും വേണ്ടെന്ന് വെക്കണമെന്നാണോ? മറ്റു കുട്ടികളെ പോലെ കോളേജിൽ പോകാനും പഠിക്കാനും ഉള്ള അവകാശം എനിക്കുമില്ലേ? ഞാനായിട്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാത്തിടത്തോളം കാലം മറ്റുള്ളവർ എന്റെ കാര്യത്തിൽ ഇത്ര ബോധേഡാവുന്ന എന്തിനാ? എനിക്കതാ മനസ്സിലാവാത്ത. എനിക്ക് തോന്നുന്നില്ല നിനക്കിനി ആ കോളേജിൽ പഠിക്കാൻ പറ്റുമെന്ന്. പ്രിൻസിപ്പൾ ഇന്ന് അത്ര ഇറിറ്റേറ്റഡ് ആയിട്ടാ എന്നോട് സംസാരിച്ചത്. നിന്നെ അങ്ങോട്ട് വിടരുതെന്ന് അവരെന്നോട് ബെഗ് ചെയ്തില്ലെന്നേ ഉള്ളൂ. TC തരാം, വേറെ അങ്ങോട്ടേക്ക് മാറി പൊയ്ക്കോളാൻ പറഞ്ഞു. അവരുടെ ലക്ഷ്യം അതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ എവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എന്റേതാണ്. ആ കോളേജിൽ ഒരു സ്റ്റുഡന്റായി അപൂർവ വിജയ് എന്ന പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ പഠിക്കും, പരീക്ഷ എഴുതുകയും ചെയ്യും. ആരെങ്കിലും അതിന് തടയാൻ ശ്രമിച്ചാ ലീഗലി ഞാൻ അതിനെ നേരിടും. മാളവിക, തന്റെ ഫ്രണ്ട് നേരത്തെ പോകുന്നുണ്ടല്ലോ, എന്തു പറ്റി? അറിയില്ല. അതെന്താ തന്നോടൊന്നും പറഞ്ഞില്ലേ? നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണോ? പിണക്കമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാരണം ഇവിടെ മറ്റു പല ഗുരുതര പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നെന്നോ ഓസോൺ പാളിയുടെ വിള്ളൽ കൂടുന്നെന്നോ അങ്ങനെ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളായിട്ട് വെറുതെ ഭൂമിയുടെ സന്തുലനാവസ്ഥ തെറ്റിക്കണ്ടെന്ന് കരുതി ഒഴിഞ്ഞു മാറി നടക്കുന്നതാ. താനെന്താ കളിയാക്കിയതാണോ? അങ്ങനെ തോന്നിയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പോട്ടെ. മാളവിക, അപൂർവ സ്വയം ഡിക്ലെയർ ചെയ്തു അല്ലേ? അതിന് അവളെ സഹായിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. താനെന്താ മാളവിക ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാനായിട്ട് ഇത് ആരോടും പറഞ്ഞിട്ടില്ല. നോക്കരുൺ, താൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതിന് ആരൊക്കെ കാരണക്കാരായിട്ടുണ്ടെന്ന് അവരവർക്ക് തന്നെ അറിയുകയും ചെയ്യാം. ഏതായാലും അതാരൊക്കെയാണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമില്ല. സോ പ്ലീസ് ലീവ് മീ. 1 മിനിറ്റ്. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാനന്ന് തന്നോട് അല്പം മോശമായിട്ട് സംസാരിച്ചു. അല്പമൊന്നല്ല, സാമാന്യം നല്ല രീതിയിൽ തന്നെയാ താൻ മോശമായിട്ട് സംസാരിച്ചത്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇയാളോട് അങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വന്നത്. ഐ നോ. അപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്ത് പോയതാണ് മാളവിക. വീട്ടുകാരുടെയും ഫ്രണ്ട്സിന്റെയും എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വല്ലാതെ നാണം കെട്ട് പോയതുപോലെ തോന്നി. അതിൻ്റെയൊക്കെ ഒരു സങ്കടത്തിലും ദേഷ്യത്തിലും അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഐ എം റിയലി സോറി മാളവിക. ഓക്കെ, വരവ് വച്ചിരിക്കുന്നു. ഇനി എന്തെങ്കിലും അവരോട് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. മാളവിക, തനിക്ക് സമ്മതമാണെങ്കിൽ, ഐ മീൻ അപൂർവയോടുള്ള തൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതുപോലെയാണെങ്കിൽ നമുക്ക് ഈ റിലേഷൻ മുന്നോട്ട്. അരുൺ, ഇനഫ്. താൻ സംസാരിക്കാൻ വന്നപ്പോഴേ എനിക്കറിയായിരുന്നു ആവശ്യം ഇത് തന്നെ ആയിരിക്കുന്നു. സോറി പറച്ചിലൊക്കെ അതിനു വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണെന്ന് മനസ്സിലായി. അരുണിന്റെ ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഒരിക്കൽ ചെയ്ത തെറ്റ് ഇനിയും ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ്. ഓക്കെ?
എന്താ മോനെ ഒരു ചുറ്റിക്കളി? രണ്ടുപേരും തമ്മില് വീണ്ടും സെറ്റായോ? ഇല്ല സുമി, ഇവന്റെ മുഖം കണ്ടിട്ടെ ആ തത്ത ഇനി ഇവന്റെ ചീട്ടെടുക്കില്ലാന്ന് തോന്നുന്നു. നിനക്ക് വേറെ പണിയില്ലായിരുന്നേ? ഇനിയും നീ ഇതിന് അവളുടെ പിന്നാലെ നടക്കുന്നേ? അതെന്റെ ഒരു വാശിയാണെന്ന് കൂട്ടിക്കോ നിങ്ങള്. അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. മറ്റവനില്ലേ അപ്പുക്കുട്ടൻ, ഒരു ദിവസത്തേക്കെങ്കിലും അവന്റെ മുമ്പിൽ കൂടി എനിക്ക് അവളെ ബൈക്കിലിരുത്തി കൊണ്ടുപോകണം. നിങ്ങൾ നോക്കിക്കോ, അത് ഞാൻ സാധിച്ചിരിക്കും. സബാഷ് മച്ചു, നീയാടാ പുലിക്കുട്ടി. നേരെ എത്രയായിട്ട് VP എന്താ വരാത്തെ? ലേറ്റ് ആവുമെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? ശ്ശേ. നമ്മുടെ കാർ എവിടെ പോയി? എന്താ VP? ഞാൻ പിടിക്കാം. എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല ആന്റി, നത്തിങ് ടു വറി. എന്ത് പറ്റി VP? എന്താ ഉണ്ടായത്? ഒന്നുമില്ല ഗീത, താൻ ടെൻഷൻ ആവണ്ട. നമുക്ക് ആദ്യം അങ്കിളിന്റെ റൂമിലേക്ക് കിടത്താം. VP എന്താ VP? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പതുക്കെ. എന്താ അമ്മേ? അച്ഛൻ എന്തു പറ്റി? എനിക്കറിയില്ല. കുറച്ചു നേരം ഇരിക്കട്ടെ. ഹോസ്പിറ്റലിൽ ഇത്ര നേരം കിടക്കുകയായിരുന്നില്ലേ? ഹോസ്പിറ്റലിലോ? എന്താ ജോബിൻ, ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം എന്താ ഉണ്ടായത്? അതിന് മാത്രം സീരിയസ് ആയ കാര്യമൊന്നുമില്ല. ക്ലാസ്സിനിടയിൽ അങ്കിൾ ഒന്ന് ഫെയിന്റ് ആയി, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്കാ അങ്കിളിനെ കൊണ്ടുവന്നത്. ഭാഗ്യത്തിന് ഞാനപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജോബിൻ? ഏയ് എന്ത് കുഴപ്പം, ആളൊരു അരമണിക്കൂർ കൊണ്ട് നോർമലായില്ലേ. പിന്നെന്താ ഇത്ര ലേറ്റ് ആയത്? ചെന്നത് ജോബിന് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് വിശദമായ ചെക്കപ്പ് തന്നെ നടത്താമെന്ന് ഇയാളുടെ സീനിയർ ഡോക്ടർ പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആവാന്ന് കരുതി. എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ലെന്നേ, ആള് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഓവർ സ്ട്രെയിൻ കൊണ്ടാവും, പ്രഷർ ഷൂട്ടപ്പ് ചെയ്തതാ. മെഡിസിൻ എടുത്ത ഉടനെ ആള് നോർമലായി. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഒരു എക്സ്ട്രാ കെയർ നല്ലതാ. വർക്ക് ലോഡൊക്കെ കുറച്ച് ഒന്ന് ഫ്രീ ആവണം അങ്കിൾ. അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. ആളൊന്ന് ഉഷാറാവുന്നത് വരെ ക്ലാസ്സിനൊന്നും പോകണ്ട കേട്ടോ. ജോബിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച എന്നെ ഇയാളെ വീട്ടുതടങ്കലിലാക്കി കളയും. എന്തായാലും 2-3 ദിവസത്തേക്ക് ഒരു ഹൗസ് അറസ്റ്റ് നല്ലതാ അങ്കിൾ. കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പു സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ ഇവിടെ. എന്താ? ഏയ് എന്തായാലും രോഗിയായി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. കുറച്ച് ക്ഷീണം ബാക്കിയുണ്ട്. അങ്കിൾ ഞാൻ ഇറങ്ങുകയാണേ. താങ്ക്സ് ജോബിൻ. അപ്പോ അങ്കിളുടെ മെഡിസിൻ കാറിലിരിപ്പുണ്ട്, ഞാൻ എടുത്തുതരാം. വാ. അച്ഛൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ്, പിന്നെ മെഡിസിൻസ് കവറിലുണ്ട്. കൊടുക്കേണ്ട വിധവും ടൈമിങ്ങും അതിൽ കുറിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. വെയിറ്റ് 1 മിനിറ്റ്. എങ്ങനെയുണ്ട് തൻ്റെ അസുഖം? സോറി, മനസ്സിലായില്ല. അല്ല, അന്ന് വന്നപ്പോൾ തനിക്ക് മൈഗ്രെയിൻ്റെ ഉപദ്രവം ഉണ്ടെന്ന് ആൻറ്റി പറഞ്ഞിരുന്നു. അക്കാര്യവും ഞാൻ ചോദിച്ചത്. ഇറ്റ്സ് ഓക്കെ. ഡോക്ടർക്ക് മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? അറിയാനുണ്ടോയെന്ന് ചോദിച്ചാൽ തൻ്റെ മറുപടി ജെന്യുവിൻ ആണെങ്കിൽ
ചിലതൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ക്യാനായി? നിങ്ങളുടെ ഈ ഫാമിലിയിൽ ആർക്കും മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഐ മീൻ പേഴ്സണൽ ഇഷ്യൂസോ ലയബിലിറ്റിയോ കമ്മിറ്റ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും? എനിക്കറിയില്ല. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഔട്ട്സൈഡറിനോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഷുവർ, തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അപ്പോ എന്റെ ചോദ്യം മറ്റുള്ളവരുടെ സ്വകാര്യതകൾ അറിയാൻ താല്പര്യമുള്ള ഒരു ഔട്ട്സൈഡർ എന്ന നിലയ്ക്കല്ല. ബീങ് എ ഡോക്ടർ, തൻ്റെ പേഷ്യന്റിന് പെട്ടെന്നൊരു കാർഡിയാക് ഇഷ്യൂ ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ അപ്പുവിനോട് അങ്ങനെ ചോദിച്ചത്. അതേടോ, പ്രഷർ ഹൈക്ക് ചെയ്താണെന്നൊക്കെ ആൻറ്റിയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാ. ആക്ച്വലി അങ്കിളിൽ നിന്ന് സംഭവിച്ചത് ഒരു മൈൽഡ് അറ്റാക്ക് തന്നെയാണ്. കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാനായത്. ഡീറ്റെയിൽഡ് ചെക്കപ്പിൽ അങ്ങനെ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചാൻസ് ഉള്ളത് സിവിയർ മെന്റൽ സ്ട്രെസ് താങ്ങാനാകാതെ വരുമ്പോഴാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അങ്കിളിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. പോട്ടെ, അപ്പൂന് എന്റെ ചോദ്യം ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് ഞാനത് തിരിച്ചെടുക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അതീവ ഗൗരവമുള്ളൊരു വിഷയം അങ്കിളിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്താടോ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഓക്കെ, താൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ മനസ്സിനെ അലട്ടുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം. അതിന് അപ്പു തന്നെ മുൻകൈ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി പുറത്തുനിന്ന് ആരുടെയെങ്കിലും ഒരു സഹായം വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ അപ്പുവിന് ധൈര്യമായിട്ട് എന്നെ ഡെയ്സി ടീച്ചറെ വിളിക്കാം. എൻ്റെ മമ്മിയായതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയുന്നൊന്നുമല്ല കേട്ടോ. ജീവിതത്തിൽ ഇത്രയേറെ സ്ട്രഗിൾ ചെയ്തൊരു സ്ത്രീ ഡെയ്സി ടീച്ചറെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. ആ അനുഭവ പരിചയം വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. എനിവേ, അറ്റ് ദ ഏർലിയസ്റ്റ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നേക്കും.